ഓടും കുതിര ചാടും കുതിര ഈസിക്വൾ ടു മലയാളം ഇൻട്രസ്റ്റെല്ലാർ. ഫിലിപ്പിന്റെ പറി. ഈ പടത്തിന് ഒരു അവാർഡ് കൊടുക്കണം. ഇതിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടറും വട്ടുള്ളവരാണ്. അതായത് ഒരു വട്ടുള്ള ഫാമിലി. അവിടെ വട്ടുള്ള ഒരു ഫാദർ ലാലാണ്. ആ ഫാദറിന് വട്ടുള്ള 2 sons. വൺ മിസ്റ്റർ ഫഹദ് ഫാസിൽ ആൻഡ് അനദർ വൺ ഈസ് നമ്മുടെ ജാവ ആണ്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. ഓ ശരി സാർ. ഇൻട്രൊഡ്യൂസിംഗ് നെക്സ്റ്റ് ഫാമിലി. വട്ടുള്ള അനദർ ഫാമിലി. അവിടെ വട്ടുള്ള ഒരു ഫാദർ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ. ആ ഫാദറിന് വട്ടുള്ള ഒരു മോൾ മിസ് കല്യാണി പ്രിയദർശൻ. പ്ലസ് വട്ടുള്ള അനദർ മിസ് രേവതി പിള്ളை അഥവാ ഫുഡടി പ്രാന്തി. അങ്ങനെ ഞാൻ എന്റെ ആരോഗ്യം കളഞ്ഞിട്ട് എന്തിനു ഡയറ്റ് ചെയ്യണം? നന്നായി പണിയെടുക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നന്നായിട്ട് ഉറങ്ങും. ഇതാണ് എന്റെ പോളിസി. ഇനിയിപ്പോ അത് ഇഷ്ടമല്ലാത്തവര് എന്നെ ഇഷ്ടപ്പെടണ്ട. ആര് നിർബന്ധിച്ചു? പോയി പണിയൊക്കെ. ഓക്കെ ശരി ചേച്ചി. പ്ലസ് എന്തിനോ വേണ്ടി അഭിനയിച്ച മിസ്റ്റർ ധ്യാനാണ് അഥവാ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. ഞാനെല്ലാം ഉണ്ടാക്കും. ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ. ആക്ച്വലി ദ സ്റ്റോറി ഓഫ് ദിസ് പൊട്ടപ്പടം ഈസ് കല്യാണിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. സഡൻലി കല്യാണി മൂഞ്ചിട്ട് അവൻ പോയി. സ്വാഭാവികം. അതിനിടയിൽ ഫഹദിന്റെ കണ്ണുകൾ കല്യാണിയുടെ കണ്ണുകളിലേക്ക് മാറി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തുലഞ്ഞു. ആക്ച്വലി വീസെ ഒരു വട്ടുള്ളവൻ വേറെ വട്ടുള്ളവരെ കാണുന്നില്ലേ, ആ ഒരു ഫീലിംഗ്. ഫഹദ് ഈസ് വെൽ മോട്ടിവേഷനറാണ്. ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, ഡിപ്രഷൻ ഇവയെല്ലാം ഒറ്റ സിറ്റിംഗിൽ മാറ്റുന്ന ടൈവനീസ് റിക്ലൈനിങ് സോഫ ഞങ്ങളുടെ ഷോറൂമിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇതാ എന്റെ മോട്ടിവേഷന്റെ മാക്സിമം. ദിസ് ഇസ് നോട്ട് എ മോട്ടിവേഷൻ, ദിസ് ഇസ് ബിസിനസ്. പക്ഷെ ആ മോട്ടിവേഷൻ കല്യാണിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഫഹദിനെ വിളിച്ചു വരുത്തി ഒരു അടി കൊടുത്തു. തായ്വാനിൽ വന്ന ചേറി താൻ തന്നെ ഇരുന്നാ മതി. അവന്റെ അമ്മൂമ്മയുടെ ഒരു വുഡ്പെക്കറും തായ്വാനും. ഇവൾക്ക് വട്ടല്ല വേറെന്തോ അസുഖമാണെന്ന് തോന്നുന്നു. ഫഹദ് ഇത്തിരി മോട്ടിവേഷൻ കൊടുത്തതിന് തിരിച്ച് കല്യാണി കൊടുത്ത അടി ഫഹദിന്റെ ഹൃദയത്തിലാണ് സ്പർശിച്ചത്. ബട്ട് പ്രാന്തുള്ള കല്യാണി ഫഹദിന്റെ പിറകെ അലഞ്ഞു നടപ്പായിരുന്നു. ദ റീസൺ ഈസ് ഫ്രീ ആകുമ്പോ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കോ. ഞാൻ നോക്കിയിട്ട് അതല്ലാതൊരു വഴിയില്ല. പടത്തിൽ ലോജിക് ഇല്ലെന്നറിയാം. എന്നാലും ദിസ് ഇസ് വാട്ട് ഷീ. ഒരു അടി കിട്ടാൻ വേണ്ടി ഒരു പെണ്ണ് പയ്യന്റെ പിറകെ നടക്കുന്നു. സമൂഹം പോണ പോക്കെ. നോ ആ അടിയല്ല, കൈകൊണ്ടുള്ള അടിയാണ്. സഡൻലി കല്യാണി ഫഹദിന്റെ വീട്ടിൽ കയറി വരുന്നു. ഫഹദ് അവളെ കരണം നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നു. അവളെ മയങ്ങി വീഴുന്നു. ആശുപത്രിയിൽ പോകുന്നു. അവിടെ വെച്ച് ഫഹദ് കല്യാണിയെ പ്രപ്പോസ് ചെയ്യുന്നു വിത്ത് വട്ടുള്ള പേരൻസ് പെർമിഷൻ. ഈ 2 വട്ടുള്ള ഫാമിലീസും ചേർന്ന് ഇവരുടെ കല്യാണം ഉറപ്പിക്കും വിത്ത് കല്യാണീസ് ഹൈ എക്സ്പെക്ടേഷൻസ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെഡിങ്. ഓ അത് ശരി. നമ്മുടെ കല്യാണമായിരുന്നത്. അയ്യോ, അവൾക്ക് കേരള സ്റ്റൈൽ വേണ്ട, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേണമെന്ന് ഞാൻ ഒലത്തി തരാം. അവളെ അമ്മൂമ്മയുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണം. അങ്ങനെ ഇതാ കല്യാണം ഇൻട്രൊഡ്യൂസിംഗ് ദ ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്റെ പൊന്നടാ ഒന്നും പറയാനുള്ള. വെറുതെ ഗ്രൗണ്ടിലൊന്നും ഒരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കി എന്നെ ഇവന്മാർ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു മണവാളൻ ലുക്കാക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇന്നാ പിടിച്ചോ. ആ വീഴ്ചയിൽ വട്ടുള്ള ഫഹദ് കോമയിലേക്ക് പോയി. അത് 1.5 കോമയായിരുന്നു. സഡൻലി 311 ദിവസങ്ങൾക്ക് ശേഷം കല്യാണി ബ്രേക്കപ്പ് പറഞ്ഞു. അതോടെ ഫഹദ് കോമയിൽ നിന്നും തിരിച്ചു വന്നു. ബ്രേക്കപ്പിന്റെ വിഷമം തീർക്കാൻ വേണ്ടി കുറച്ച് മോട്ടിവേഷൻ പ്ലസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് എത്തി. യെസ്, ചേട്ടന്റെ കരണം നോക്കി അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. ബാംഗ്ലൂർ ഫഹദിന്റെ കണ്ണുകൾ വേറൊരു കുട്ടിയുടെ കണ്ണിലേക്ക് എന്തിനു ഒരു ആവശ്യമില്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഫഹദ് അവളുടെ പിറകെ അലഞ്ഞു നടന്നു. ആക്ച്വലി ഈ വട്ടുള്ള കുട്ടിക്ക് ഒരു ഡിപ്രഷൻ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ കുട്ടി ഒരു തീറ്റ പണ്ടാരമാണ്. വലിച്ചു കയറ്റി എല്ലാം കഴിച്ചിട്ട് ഡയറ്റ് എന്ന് പറയും. ഈ ആക്ച്വലി സേ ഡബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. വൺ ഡേ ഈ വട്ടുള്ള കുട്ടി ഒരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടുമുട്ടും. ഇൻട്രൊഡ്യൂസിംഗ് ദ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹി വാസ് എ ബാച്ചുലർ ആൻഡ് ഷീ വാസ് എ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന കുട്ടി. ഇവരുടെ രണ്ടുപേരുടെയും കഴിപ്പ് അറ്റാച്ച്മെന്റ് കാരണം ലവ് ആവും. അറ്റ് ദ സെയിം ടൈം ഈ കുട്ടി സിറ്റുവേഷൻഷിപ്പിലേക്കും പോകും. ബട്ട് ഗോഡ് ഈസ് ഗോൾഡ്. സഡൻലി കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് അങ്ങ് തട്ടിപ്പോവും.
അതോടെ സിറ്റുവേഷൻ ഷിപ്പ് ഒറിജിനൽ ഷിപ്പിലേക്ക് മാറും. ദിസ് ഈസ് ദ ആക്ച്വലി ഡിപ്രഷൻ ഫ്ലാഷ് ബാക്ക് ഓഫ് ദിസ് വട്ടുള്ള കുട്ടി. ഈ വളിച്ച കഥ കേട്ടിട്ട് ഫഹദ് ആ കുട്ടിയെ ഒരു ലൈൻ എറിയും. ബട്ട് ഇറ്റ് ആക്ച്വലി വർക്ക്സ്. മനസ്സിൽ മറ്റൊരു രണ്ടു പൊട്ടി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫഹദിന്റെ വട്ടങ്ങ് കുറച്ച് കൂടും. അറ്റ് ദ സെയിം ടൈം ലാലണ്ണൻ സൂയിസൈഡ് ചെയ്യാനിരിക്കുമ്പോൾ മാലാഖയെ പോലെ ഒരാൾ സഡൻലി ലാലണ്ണൻ fall in love with that അമ്മച്ചി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. And cutely proposed that അമ്മച്ചി. പണ്ടാറടങ്ങാൻ നീ അവളോ അഴക്. ഈ ഷിറ്റ് പ്രപ്പോസിന് കരണം നോക്കി ഒന്ന് കൊടുക്കേണ്ടതിന് പകരം അമ്മച്ചിയുടെ 2 കരങ്ങൾ ലാലിനെ ഏൽപ്പിക്കും. വാട്ട് എ ലവ് സ്റ്റോറി. അറ്റ് ദ സെയിം ടൈം ഫഹദ് വീണ്ടും വട്ടുള്ള കല്യാണിയെ വളച്ചെടുക്കും. അറ്റ് ദ എൻഡ് ഈസ് വാട്ട് അബൌട്ട് ദിസ് ഗേൾസ് ഫീലിംഗ്. മലയാളം ഇൻട്രസ്റ്റെല്ലാർ ഓൺ എയർ.